പിന്നെ ജനയുഗത്തിൽ വളരെ രൂക്ഷമായ ഒരു വിമർശനം വന്നിട്ടുണ്ട്. അതിനൊരു മറ്റേ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം വളരെ ക്ലിയറാണ്. ഈ ഉപനേതാവ് ഇത്ര കാലം ആവശ്യമില്ലാത്തൊരു ഉപനേതാവ് സ്ഥാനം എന്തുകൊണ്ട് CPIക്ക് ഇപ്പോൾ ആവശ്യം? എൻ്റെ ഉത്തരവും വളരെ കൃത്യമാണ്. അതെന്തുകൊണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആവർത്തിച്ച് വിവിധ യോഗങ്ങളിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. CPIക്ക് അർഹതയില്ലാത്തൊരു പദവിയാണോ ഈ ഉപനേതാവ്? അല്ല, മാറി മാറി ചോദിച്ചാലും ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അർഹതയല്ലാത്ത ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ചോദിച്ചത് അർഹതപ്പെട്ടതായതുകൊണ്ട് അക്കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം രേഖപ്പെടുത്തി. അത് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തുടർ കാര്യങ്ങൾ എന്തുണ്ട് എന്ന് പാർട്ടി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ്. ഇന്ത്യയിലെ തന്നെ വേറൊരു സ്ഥലത്തും ഈ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവസാന വാക്കാണ്. ഈ പിണറായി വിജയൻ അവസാന വാക്ക് പറഞ്ഞൊരു സംവിധാനത്തിൽ CPMൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇങ്ങനെയൊക്കെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയുക? നാളെ ഇപ്പോൾ ഒരു പുതിയ ചാനൽ ഉണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചാൽ ഉണ്ടാവും ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. നാളെ എന്തുണ്ടാകും എന്നുള്ളത് ഇന്ന് നിർവചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവചനം നടത്തുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയുക ഏത് കാര്യത്തിലും ഏത് കാലഘട്ടത്തിലും പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ വേറെ ഒരു ചർച്ചയ്ക്കും ഇടയില്ല. LDF പിളരാനുള്ള സാധ്യതയുണ്ടോ? അത് തന്നെ ഉത്തരം.